ആദ്യ ദിവസത്തെ റിപ്പോർട്ടിൽ തന്നെ ഒരു ഉമ്മ, അതായത് കുഞ്ഞിനെ കൊന്ന പെൺകുട്ടിയുടെ ഉമ്മ, ഈ കൊലപാതകിയായി മാറിയ ഈ നവജാത ശിശുവിൻ്റെ അമ്മയുടെ അമ്മ, അവർ പറയുന്നത്, കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഫൗസിയോട് പറയുന്നത്, ഡോക്ടറോട് ഞാൻ പറഞ്ഞിരുന്നു ഈ കുട്ടിക്കൊരു വിഷാദ രോഗം പ്രശ്നമുണ്ട്, ഒന്ന് നോക്കൂ ഡോക്ടർ എന്ന്. പക്ഷേ ഡോക്ടർ ആ ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ ആളുകൾക്ക്, നമ്മുടെ ഡോക്ടർ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ, മെഡിക്കൽ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ വേണ്ട അവബോധം ഇതുമായി ബന്ധപ്പെട്ടില്ല എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ശ്രീമതി ശൈലജ ടീച്ചർ? തീർച്ചയായിട്ടും അത് ആരോഗ്യ സമൂഹത്തിനുണ്ടാകണം, ഹെൽത്ത് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകണം, ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആയിട്ടുള്ള വിഭാഗത്തിന് അതുണ്ടാകണം, നല്ല ധാരണയുണ്ടാവണം, പൊതുസമൂഹത്തിനും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് സാഹസികമായിട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാലോ, ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിന് വളരെ പരിമിതമായി കിട്ടുന്ന ഹ്യൂമൻ റിസോഴ്സും അതുപോലെ തന്നെ പണവും നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് ഇതെല്ലാം മെച്ചപ്പെടുത്താൻ തികയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പോളിസി മാറുമ്പോഴേ തൃപ്തികരമായി നമുക്കിത് വികേന്ദ്രീകരിച്ച് ജനങ്ങളിലാകെ എത്തിക്കാൻ സാധിക്കൂ. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് നല്ല തോതിലുള്ള ബോധവൽക്കരണം താഴെ തട്ടിലോളം നടത്താൻ സാധിക്കും. ഇപ്പോൾ ആശുപത്രികളെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഗവൺമെൻറ് ആശുപത്രികൾ നേരത്തെ 2016 33% ആളുകളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നിരുന്നുള്ളൂ. മറ്റുള്ളവർ പണം കൊടുത്ത് പുറത്തു പോവുകയായിരുന്നു പതിവ് പ്രൈവറ്റിൽ. എന്നാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ മെച്ചപ്പെട്ടപ്പോൾ, അവിടെ പശ്ചാത്തല സൗകര്യവും കുറച്ചുകൂടി ഹ്യൂമൻ റിസോഴ്സും ഒക്കെ കൊടുത്തപ്പോൾ 50%-ലേറെ ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായി വീണ്ടും ഹ്യൂമൻ റിസോഴ്സിൻ്റെ കുറവ് അവിടെ അനുഭവപ്പെടുകയാണ്. നിങ്ങളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജുമായിട്ട് ഒരിക്കലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഒരു ഡോക്ടർ ഒരു 50-60 പേഷ്യൻസിനെ നോക്കിയാൽ അവരുടെ ഉത്തരവാദിത്തം തീരും, കൂടി വന്നാൽ 100. പക്ഷേ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 200, 300, 400, ചില ദിവസം 500 പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ടി വരുന്ന ഡോക്ടർമാരുണ്ട്. സർജറി വിഭാഗത്തിലൊക്കെ 60-70 ഒക്കെ സർജറി ഒരു ദിവസം നടത്തുന്ന, വൈകുന്നേരം ആകുമ്പോൾ ഡോക്ടറുടെ മാനസികാവസ്ഥ തന്നെ വലിയ കഷ്ടത്തിലാവുകയാണ്. ഇത് കുറേയും കൂടി വികേന്ദ്രീകൃതമാക്കി ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ് ഉദ്ദേശിച്ചിരുന്നത് കുറേയും കൂടി താഴെ തട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ കുറച്ചും കൂടി സമയം നമുക്ക് ലഭ്യമാകും. അപ്പോൾ കുറേയും കൂടി സൗകര്യവും വരുന്ന പേഷ്യൻസിനും ലഭ്യമാകുമെന്നതാണ്. അതുകൊണ്ട് കരുതി കൂട്ടി ഒരു ആസൂത്രണത്തിലൂടെ ഈ പ്രശ്നങ്ങൾ വേർതിരിച്ച് ഓരോ പ്രശ്നവും എവിടെ ചെല്ലണം എന്ന് ജനങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ക്രമീകരിച്ചാൽ ഒരു വലിയ പരിഹാരം കാണാൻ സാധിക്കും. ചിലപ്പോൾ ഡോക്ടർമാർ 10-100 പേഷ്യൻസിനെ നോക്കുന്നതിനിടയിലായിരിക്കും ഈ ഡിപ്രഷനുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ വകുപ്പായിരിക്കില്ല കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോഴാണ് ചിലപ്പോൾ അശ്രദ്ധ വരുന്നത്. അതല്ലാതെ ഇൻഡിവിജ്വലായിട്ടുള്ള നെഗ്ലിജൻസ് ഉണ്ടാവാറുണ്ട്, അത് കുറ്റകൃത്യമാണ്. അതായിരിക്കണം എന്നില്ല എപ്പോഴും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യം ചെയ്യാം. ഒന്ന്, എല്ലാ മനുഷ്യരെയും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, പ്രസവിച്ച ഉടനെ ഒരു കുട്ടിക്ക് മാനസികാസ്വസ്ഥതയുണ്ടെന്നൊരു അമ്മ പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആവണം. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ അവർക്കൊരു വർക്ക് ബേർഡൻ ആവാതെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനവും ആശുപത്രികളിൽ ഉണ്ടാകണം. ഇത് രണ്ടും കൂടി നമുക്ക് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞാൽ പ്രശ്നത്തിന് കുറേ പരിഹാരം ഉണ്ടാവും.